ചേലക്കരയിൽ ബ്രാൻഡഡ് ഷൂസുകളുടെയും ബാഗുകളുടെയും മായാവിസ്മയ ലോകം. ഓണാഘോഷം പൊടിപൊടിക്കാൻ അന്നയും നിങ്ങളോടൊപ്പം. മെഗാ പ്രൈസ് 3 സ്വർണ്ണ നാണയം. കൂടാതെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, TV, മൊബൈൽ ഫോൺ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ നേടി ഈ പൊന്നോണം കളറാക്കാം. അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ്, കാനറ ബാങ്കിന് എതിർവശം, ചേലക്കര. ചേലക്കര ആൽഫ പാലിയേറ്റീവ് കെയർ ലിങ്ക് സെന്ററിന്റെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് ആഘോഷം നടന്നു. കരുണയോടുകൂടി സഹജീവികളുടെ വേദന ഒപ്പുന്നതാകണം ക്രിസ്തുദേവന്റെ ക്രിസ്മസ് ആഘോഷം എന്ന് ചേലക്കര ആൽഫ പാലിയേറ്റീവ് പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത് പറഞ്ഞു. ചേലക്കര ആൽഫ പാലിയേറ്റീവ് ക്രിസ്മസ് പുതുവത്സരാഘോഷം ചേലക്കര ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെന്ററിൽ വെച്ച് വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ചടങ്ങിൽ പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത് അധ്യക്ഷത വഹിച്ചു. ദൈവം മനുഷ്യന് വേണ്ടി സ്വന്തം മകനെ തന്നെ ഭൂമിയിലേക്ക് അയച്ചു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ആ ദിനമാണ് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. പക്ഷെ മനുഷ്യൻ ഇന്നത്തെ സ്ഥിതി നോക്കുമ്പോൾ ലോകത്തെമ്പാടും, കേരളത്തിൽ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ മാത്രമല്ല, ലോകത്തെമ്പാടും നല്ല ഒരു ക്രിസ്മസ്, നല്ല ഒരു ന്യൂ ഇയർ ആഘോഷിക്കാൻ പറ്റുന്ന സാമൂഹ്യ പരിസ്ഥിതിയിലല്ല നമ്മളെല്ലാവരും. തിരിച്ചും കലുഷിതമായ ഈ അന്തരീക്ഷത്തിൽ ഈ ക്രിസ്മസിന്, ഈ ന്യൂ ഇയറിന് വലിയ പ്രത്യേകതയുണ്ടെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ദൈവം സ്വന്തം പുത്രത്തെ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ട് തന്റെ വളരെ ചുരുങ്ങിയ കാലത്ത്, ഞാൻ മനസ്സിലാക്കുന്നത്, എന്റെ ചെറിയ അറിവ് വെച്ച് മനസ്സിലാക്കുന്നത്, 34 കൊല്ലത്തെ ജീവിതം കൊണ്ട് തന്റെ ജീവൻ തന്നെയാണ് മാതൃക, തന്റെ ജീവൻ തന്നെയാണ് മനുഷ്യന് വേണ്ടി ബലിയഴിപ്പിച്ചത്. അദ്ദേഹത്തിന് മാംസവും മനുഷ്യനെല്ലാം മനുഷ്യന് വേണ്ടി ബലിയഴിച്ച് അവസാനം ഏറ്റവും പ്രിയപ്പെട്ട 12 ശിഷ്യന്മാരായ ഒരാളായ യൂദാ തന്നെ അദ്ദേഹത്തെ ഒറ്റുകൊടുക്കുകയും അവസാനം മനുഷ്യന് വേണ്ടി ഭൂമിയിൽ പുരുഷവരണം ഏറ്റുവാങ്ങുകയും ചെയ്ത ആ മഹാ പുണ്യാത്മാവിന്റെ ജന്മദിനമാണ് ഇന്ന്. ഒരു പക്ഷേ ഇദ്ദേഹം ഇന്നുണ്ടെങ്കിൽ വളരെ ജയിച്ചു പോയേനെ. കാരണം അന്ന് ഒരിക്കൽ മാത്രമേ അദ്ദേഹം കുറിച്ച് തറക്കപ്പെട്ടിട്ടുള്ളൂ. ഇന്നത്തെ നമ്മുടെ മനുഷ്യരുടെ അദ്ദേഹം ജനിച്ച് മരിച്ച സ്ഥലത്ത് കണക്ക് ശരിയാണെങ്കിൽ 2024 കൊല്ലം മുൻപ് ഒരു ദിവസം പോലും വ്യക്തി ചിന്താതെ കടന്നുപോയിട്ടില്ല. അത്തരം തീവ്രമായ, തീഷ്ണമായ ഒരു അന്തരീക്ഷത്തിലാണ് അദ്ദേഹം ജനിച്ചതും അദ്ദേഹത്തിന് മരണം. പക്ഷേ അവസാനം തൂക്കിലേറ്റുമ്പോൾ അറിയാത്തത് തന്നോട് പാപം ചെയ്യുന്നവരോട് പൊറുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഈ ഭൂമിയിൽ നിന്ന് യാത്ര തിരിച്ച് അദ്ദേഹത്തിന് മാതൃകയാവാൻ നമുക്ക് ഓരോരുത്തർക്കും ഈ നല്ല ദിനത്തിൽ കഴിയണം എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു. ലയൺസ് ക്ലബ്ബ് റീജിയൻ പ്രസിഡന്റ് ലയൺ മത്തായി ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും അടുത്തേക്ക് നിൽക്കുമോ? ഇനി അതിലപ്പുറം ഒരു ക്രിസ്മസ് സന്ദേശം ബിഷപ്പോ കർദീനാളോ തരട്ടെ, ഞാൻ അതിലേക്ക് മെനക്കെടുത്തില്ല. എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. സാന്ത്വന സ്പർശം, അതാണ് ക്രിസ്തുവിന്റെ സന്ദേശം. സ്വന്തം വസ്ത്രാഞ്ചലത്തിന്റെ തൂവൽ സ്പർശം കൊണ്ട് കുഷ്ഠരോഗികളെയും മാറാരോഗികളെയും സുഖപ്പെടുത്തിയ യേശുദേവൻ ചെയ്ത അതേ പ്രവൃത്തി തന്നെയാണ് പാലിയേറ്റീവിൽ നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളുടെ കരസ്പർശം കൊണ്ടും നിങ്ങളുടെ സാന്ത്വന പരിചരണങ്ങൾ കൊണ്ടും നിങ്ങൾ രോഗികൾക്കും ആവശ്യക്കാർക്കും നിങ്ങളേകുന്ന മനസമാധാനം, അതിൽ കവിഞ്ഞ ഒരു ക്രിസ്മസ് സന്ദേശം നമുക്ക് തരാനില്ല. നിങ്ങൾ ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. സ്വന്തം ഉടുപ്പെടുത്തവന് പുതപ്പുകൂടി കൊടുക്കാൻ പറഞ്ഞ യേശുദേവൻ ഉടുപ്പ് എടുത്തവന് പുതപ്പുകൂടി കൊടുക്കാൻ പറഞ്ഞു. ഇന്നാണെങ്കിൽ മൊബൈൽ എടുത്തതിന് ചാർജ് കൂടി കൊടുക്കാൻ പല കാര്യമായിരിക്കും. എന്നിരുന്നാലും അന്ന് ഇത്രയും തന്നെ പോലെ തന്റെ അയൽക്കാരെ സ്നേഹിക്കാൻ പറഞ്ഞത്
അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ നമ്മൾ പറയാൻ വേണ്ടി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയേണ്ടി വരും. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഞാൻ ഇത്രമാത്രം പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ ചെയ്യുന്ന ഇപ്പോൾ ഈ പാലിയേറ്റീവ് വർക്ക് എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ക്രിസ്തുമസ് സന്ദേശമാണ്. ക്രിസ്തുവിന്റെ വഴിയാണ്, ക്രിസ്തുവിന്റെ മാർഗമാണ്. അദ്ദേഹത്തിന്റെ ഉപദേശത്തെ പിൻപറ്റിക്കൊണ്ട് ഉള്ള പ്രവൃത്തികളുടെ ഒരു പ്രതിഫലനം തന്നെയാണ് ഈ പാലിയേറ്റീവ് വർക്ക് എവിടെയാണ്. ഡോക്ടർ ഉണ്ണികൃഷ്ണൻ, രാജഗോപാലൻ നായർ, മനോജ് തോട്ടത്തിൽ, ഗിരിജൻ, KR ഗോപിനാഥൻ നായർ, ട്രഷറർ അജിത് താനിക്കൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ചേലക്കര പോളിടെക്നിക് കോളേജിലെ സ്റ്റുഡന്റ് പാലിയേറ്റീവ് അംഗങ്ങളും ആൽഫ പാലിയേറ്റീവ് സ്റ്റുഡന്റ് കോർഡിനേറ്റർ വിസ്മയയും ആൽഫയിൽ പരിചരണം തേടുന്ന ആൽഫ കുടുംബാംഗങ്ങളും അവരുടെ ഉറ്റവരും ചേലക്കര പാലിയേറ്റീവ് ലിങ്ക് സെന്റർ സ്റ്റാഫും വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു. കേക്ക് മുറിക്കലും ക്രിസ്മസ് സുഹൃത്തിനെ കണ്ടെത്തി അവർക്ക് ക്രിസ്മസ് സമ്മാനം കൈമാറുകയും ചെയ്തു. വിജയം എന്ന് പറയുന്നത് തന്നെ അതിൽ ഓരോരുത്തരും അവരവരുടേതായ അണ്ണാരക്കണ്ണന് തന്നാലായത് എന്ന് പറയുന്ന പോലെ തന്നെ ഓരോരുത്തരും തനിക്ക് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തിനെ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെയാണ് ചെയ്തത്. ആൽഫ പാലിയേറ്റീവിന്റെ തറവാട് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ തീർച്ചയായിട്ടും അവരുടേതായ ഡെവലപ്മെന്റുകൾ ഇപ്പോൾ ഈ പ്രസ്ഥാനം തുടങ്ങിയ സമയത്ത് കേരളത്തിൽ ആകെ കൂടി 13-12 ലിങ്ക് സെന്ററുകളാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അത് മിക്ക ഡിസ്ട്രിക്റ്റുകളിലും തിരുവല്ല, തിരുവനന്തപുരം, കൊല്ലം അങ്ങനെയുള്ള ഡിസ്ട്രിക്റ്റുകളിലെല്ലാം തന്നെ സദേൺ പാർട്ട് ഓഫ് കേരളയിലെല്ലാം തന്നെ ലിങ്ക് സെന്ററുകൾ തുടങ്ങി ഈ പ്രസ്ഥാനം വളരെ വലിയ രീതിയിൽ തന്നെ ജനോപകാരപ്രദമായ പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഓരോ ലിങ്ക് സെന്ററും അവരുടേതായിട്ടുള്ള രീതിയിൽ പല പുതിയ തരം കാഴ്ചപ്പാടുകളോടുകൂടി ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളും അതിന്റെ മുന്നോടിയായി പോയിക്കൊണ്ടിരിക്കുന്നു. ഈ തവണ ലയൺസ് ക്ലബുമായി സഹകരിച്ച് ഒത്തിരി കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ഫിസിയോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, ഒരുപാട് പുതിയ മോഡേൺ എക്യുപ്മെന്റ്സ് എല്ലാം തന്നെ നമ്മുടെ ഫിസിയോതെറാപ്പി യൂണിറ്റിൽ എത്തപ്പെട്ട് കഴിഞ്ഞു. ഇനിയും പുതിയ പ്ലാനുകളും അതുപോലെ തന്നെ ഫിസിയോതെറാപ്പിയുടെ ഏരിയ ഏറ്റവും എക്സ്റ്റെൻഡ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒപ്പം ഫിസിയോതെറാപ്പിയുടെ ഞങ്ങൾ വിളിക്കുന്ന ഓജസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം പ്രകാരം വീട്ടിൽ ചികിത്സയിലിരിക്കുന്ന അല്ലെങ്കിൽ വരാൻ പറ്റാത്ത ആൾക്കാരെങ്കിൽ അവരെ കൊണ്ടുവരാനുള്ള പരിപാടികൾ കൂടി അങ്ങനെയുള്ള പരിപാടികളും ആസൂത്രണം ചെയ്ത് പ്രസിഡന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചികിത്സ അല്ലെങ്കിൽ വീടാന്തരം കയറി അല്ലെങ്കിൽ അവർക്ക് വേണ്ട സാന്ത്വന സ്പർശം നൽകുവാൻ അതിന് മുതിർന്ന ഒരുപറ്റം വലിയ മനസ്സിന്റെ ഉടമകളുടെ ഒരു റിസൾട്ടാണ് നമ്മൾ ഇവിടെ കാണുന്നത്. കാരണം ഇത്രയും വർഷങ്ങൾക്കുള്ളിൽ നമ്മൾ ഒരുപാട് രോഗികൾ മാത്രമല്ല അവരെ ആ രീതിയിലാക്കിയതാണ്. രോഗികൾ മാത്രമല്ല, ശരണരായിട്ടുള്ള ആൾക്കാർ, അതുപോലെ തന്നെ അംഗഭംഗം സംഭവിച്ച ആൾക്കാർ, ആക്സിഡന്റ് മൂലം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ആൾക്കാർ, അതുപോലെ തന്നെ രോഗം മൂലം ഉണ്ടായിട്ടുള്ള അവസ്ഥകൾ. അപ്പൊ അവർക്കൊക്കെ വേണ്ട പാലിയേറ്റീവ് എന്ന് പറയുന്ന വലിയൊരു പ്രസ്ഥാനം. പാലിയേറ്റീവ് എന്ന് പറയുന്നത് തന്നെ എവിടെ സാന്ത്വനം ആവശ്യമുണ്ട്. നമ്മൾ വീട്ടിൽ കിടന്നുകൊണ്ട് തന്നെ നമ്മുടെ ജീവിത ചുറ്റുപാടുകളെ, നമ്മുടെ സുഹൃത്തുക്കളെ, നമ്മുടെ അച്ഛനമ്മമാരെ, അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ കൂടെ നമുക്ക് നല്ലൊരു ജീവിതം നൽകുക, ഒപ്പം ഒരു ചികിത്സ നേടുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് പാലിയേറ്റീവ് എന്ന പ്രസ്ഥാനം തന്നെ ഈ ലോകത്ത് ഉണ്ടാകുന്നത്. ഇതിന്റെ ഭാഗമായി എല്ലാം തന്നെ വ്യാപിച്ചു കിടക്കുന്ന ഈ ഒരു പാലിയേറ്റീവ് കെയറിന്റെ പ്രവർത്തനം എത്ര പ്രശംസിച്ചാലും ഇതിന്റെ ഒരു എളിയ പ്രവർത്തനം എന്നുള്ള രീതിയിൽ എനിക്ക് മതിയാവില്ല. ഇതെല്ലാം തന്നെ നമ്മുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയും ഒരു നല്ല വിഷന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇവിടെ പ്രാവർത്തികമാക്കാൻ സാധിച്ചത്. ഒപ്പം തന്നെ ഇവിടെ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന, ഞാൻ അവര് കൂടുതലായിട്ട് പറയല്ല, ഏറ്റവും നന്നായിട്ട് നമ്മുടെ ഇതിന്റെ സ്റ്റാഫ് അംഗങ്ങൾ വളരെയധികം ഭംഗിയായിട്ട് നമുക്ക് പല പേഷ്യൻസും എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇതിന്റെ ഗുണഭോക്താക്കളുടെ ആൾക്കാർ പറഞ്ഞ ആ സ്റ്റാഫിന്റെ പ്രവർത്തനങ്ങളും അവരുടേതായ ആ ഒരു നല്ല പെരുമാറ്റം, അച്ചടക്ക രീതിയിലോട് കൂടിയിട്ടുള്ള നല്ല ട്രെയിനിങ്ങോട് കൂടിയിട്ടുള്ള അവരുടെ അപ്രോച്ചും ഞങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ തന്നെ നല്ലൊരു മോട്ടിവേഷൻ കിട്ടാറുണ്ട്. നമുക്ക് അസുഖം ഭേദമായി തിരിച്ചു പോകുന്ന ആ ഒരു അവസ്ഥ സംജാതമാകാറുണ്ട് എന്ന് നമുക്ക് പറയാറുണ്ട്. അപ്പൊ അവർക്കും ഞാൻ ആദ്യമായിട്ട് നല്ലൊരു ബിഗ് സല്യൂട്ട്. CC ന്യൂസ്, ചേലക്കര.